അപ്പോൾ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ നമ്മൾ കണിയൊക്കെ ഒരുക്കി കേട്ടോ. രാവിലെ ആകുമ്പോൾ ദീപമൊക്കെ തെളിയിച്ച് എല്ലാവരും കണി കാണുന്നുണ്ട് കേട്ടോ. ഇത് വാമിക്കുട്ടിയുടെ രണ്ടാമത്തെ വിഷുവാണേ. ഒന്ന് ആദ്യം അവൾക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ വിഷു ആഘോഷിക്കുന്നൊക്കെ. ഇപ്പല്ലേ ഓർമ്മ വന്ന് തുടങ്ങിയത്. പിന്നെ തമ്പായനെ കണ്ടാൽ പിന്നെ പറയണ്ട കേട്ടോ, വളരെ സന്തോഷമാണേ. എന്നിട്ട് രാവിലെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് കണിയൊക്കെ കണ്ട് നേരെ പോയ അമ്പലത്തിലാണ്. ക്ഷേത്രത്തിൽ പോയി തൊഴുത ഒരു സന്തോഷമല്ലേ. തൊഴുത് ഭഗവാനെ കണി കണ്ട് തിരിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. പുതിയ അമ്പലം കെട്ടിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. പുതിയ അമ്പലം കെട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ വിഷുവാണ്. ഇന്നത്തെ ദിവസം രണ്ടിരട്ടി സന്തോഷം കേട്ടോ. ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേയും കൂടിയാണേ. അതുകൊണ്ട് അമ്പലത്തിൽ പോയി എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു. ചെറിയ രീതിയിൽ വീട്ടിലൊന്ന് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. കേക്ക് ഞാൻ എല്ലാ കൊല്ലവും എൻ്റെ ഹസ്ബൻഡിന് മേടിച്ചു കൊടുക്കലുള്ളതാണ്. അപ്പോൾ ഈ കൊല്ലവും ഞാൻ മേടിച്ചിട്ടോ. അതൊക്കെ എൻ്റെ ചെറിയൊരു സന്തോഷമാണ്. ഇതറിഞ്ഞ ആൾ സമ്മതിക്കുകയില്ല കേട്ടോ. എന്തിനാ മേടിച്ചെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഞാനെന്താ കാണാതെ കേട്ടോ കേക്ക് ഓർഡർ ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അധികം ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനമ്മ, പിന്നെ ഞാനും ഏട്ടനും, പിന്നെ അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ അനിയത്തി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കല്യാണം കഴിഞ്ഞു. അവളും ഹസ്ബൻഡും കൂടെ എത്തിയിട്ടില്ല. ഒരു മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന്. വാമിക്കുട്ടിനെ ഉറക്കത്തിന് എണീപ്പിച്ചു കൊണ്ടിട്ട് അവിടെ കേക്ക് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മൂഡ് ഓഫാണ് ആൾക്കുള്ളത്. എന്തായാലും കേക്ക് ഇച്ചിരി കഴിച്ചു കേട്ടോ. കാരണം അവളില്ലാതെ മുറിക്കില്ലാന്ന് തന്നെ ഏട്ടൻ പറഞ്ഞുകൊണ്ട് പോയി എണീപ്പിച്ച് അങ്ങനെ അവളെ കേക്കും കട്ട് ചെയ്ത്. പിന്നെ സദ്യ വാമിക്കുട്ടി കൊടുത്ത സദ്യ കേട്ടോ. ഇത് ഒരു കുഞ്ഞിലയിൽ ഇച്ചിരി കൊടുത്തു. എല്ലാം കൂടെ പരത്തി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡും ഞാനും എല്ലാവരും കൂടെ അങ്ങിരുന്ന് കഴിച്ചു കേട്ടോ. ഇന്ന് നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഫുൾ ഇരുണ്ട് മൂടിയിരിക്കുന്നു. ഒന്നാമത് അനിയത്തിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് മഴക്കാലമാണെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാവിൻ്റെ ഉത്സവം തുടങ്ങിയ തൊട്ടിട്ട് മഴ പെയ്യലാട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വേനൽ മഴയാണോ ഇനി മഴക്കാലം പിടിച്ചതാണെന്ന് അറിയില്ല. എന്തായാലും എടുക്കാനുള്ള തുണികളെല്ലാം എടുത്ത് അകത്ത് വെച്ച് മഴയും കാത്തിങ്ങനെ ഇരിക്കുവാണേ. സദ്യയൊക്കെ കഴിഞ്ഞിങ്ങനെ പുറത്തിരുന്ന് കാറ്റും കൊണ്ടിങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ താർപ്പായൊക്കെ അതാ പൊന്തി പാറി കളിക്കുന്നത്. നല്ല മഴയാന്ന് തോന്നുന്നു. തലേന്ന് നല്ല മഴ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. ഇപ്രാവശ്യം നല്ല മഴയാണേ. ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു നോക്കി. ഹസ്ബൻഡ് വീട്ടിനടയ്ക്കൊന്നും മഴയില്ല, നല്ല വെയിലാണ്. പക്ഷെ നമ്മളെ കമ്പളക്കാട് ഭാഗത്തൊക്കെ നല്ല മഴയാണ്. അപ്പോൾ നല്ല കാറ്റടിച്ചു. എന്തായാലും നല്ല മഴ തന്നെ തോന്നി. ചെറുതായിട്ട് ചാറി വന്നു കേട്ടോ. പക്ഷെ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. നല്ല മഴ ഉണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ പുറത്ത് നോക്കിയിരുന്ന് കുറച്ച് കഴിയുമ്പോൾ ദേണ്ടേ പെയ്യുന്നു. അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴയാട്ടോ. അതും കണ്ട് കുറച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് മഴയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് വീട്ടിൽ നിന്ന് അനിയത്തി വന്നിട്ടോ. അനിയത്തി ഹസ്ബൻഡും കൂടെ വന്നേ. ഭയങ്കര നാണക്കാരിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരുടെ ആദ്യത്തെ വിഷുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ മഴയും കൊണ്ട് വന്ന്. ഇങ്ങനെ മഴ ഇതുവരെ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിലും അപ്പുറം മഴയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം പെയ്തത്. വിഷു കൊളാവും തന്നെ വിചാരിച്ചു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് മഴ പെയ്തതുകൊണ്ട് എന്തായാലും പരിപാടി ഏകദേശം കഴിയാറായിട്ടോ. വിഷുവൊക്കെ നല്ല രീതിയിൽ തന്നെ പോയിട്ടോ. മഴ പെയ്താലും നല്ല ഇതിൽ തന്നെ വിഷു എല്ലാം കഴിഞ്ഞു. പിന്നെ അവരൊക്കെ ഭക്ഷണം കഴിച്ചു. അവർക്കൊക്കെ ഭയങ്കര നാണമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ. പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഫുഡ് കഴിച്ച് ആഘോഷങ്ങളൊക്കെ